നമ്മൾ മലയാളികൾ എന്നും മിടുക്കന്മാരാണ്. നമ്മൾ ആടിനെ പട്ടിയാക്കും, പട്ടിയെ പേപ്പട്ടിയാക്കും, പേപ്പട്ടിയെ തല്ലിക്കൊല്ലും. ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ള ആളുകൾ, ശ്രീജിത്ത് പണിക്കരെ കുറിച്ചൊക്കെ എനിക്ക് കുറച്ചൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്ന ആൾ. അപ്പോൾ എനിക്ക് ഒപ്പീനിയൻ ഉണ്ടോ ഇല്ല എന്നുള്ളൊരു വിഷയമല്ല, പക്ഷേ എങ്കിലും കുറച്ച് ഒപ്പീനിയൻ ഉള്ളൊരാളാണ്. ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളെക്കുറിച്ചും അഭിപ്രായമുണ്ട്, മറ്റൊരുപാട് ചാനലുകളെക്കുറിച്ച് യാതൊരു അഭിപ്രായം. അവർ റേറ്റിങ്ങിന് വേണ്ടി പലതും കുത്തിത്തിരികെ കയറ്റി വയ്ക്കും. പക്ഷേ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ കുറച്ചുകൂടി, ന്യൂസ് 18 കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി അവലോകനം നടത്തുന്ന ടീമുള്ളവരാണ്. ശരിക്ക് പോപ്പുലേഷൻ വച്ച് നോക്കിയാൽ ഒരാളിന് ഒരോട്ട്, അതാണ് തുല്യത ജനപ്രാതിനിധ്യ നിയമം. അങ്ങനെ കുറേ പോപ്പുലേഷന് ഒരു മണ്ഡലം. ശരിക്ക് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ യു പിക്കാരല്ലേ നമ്മൾ യു പിയിൽ നോക്കൂ, ആദിത്യനാഥിനെ നോക്കൂ. യു പി ആണ് എന്തോ കുഴപ്പമെന്നുള്ള നിലയിലാണ് നമ്മളിപ്പോൾ ചർച്ചകളെല്ലാം കൊണ്ടുപോകുന്നത്. ഡീലിമിറ്റേഷൻ്റെ യു പിയുടെ ഒരു കഥ എടുത്താൽ, ഉത്തർപ്രദേശിൻ്റെ കഥ എടുത്താൽ, അവിടെ ഇപ്പോൾ 20 കോടി ആളുകളുണ്ട്. ഇപ്പം 26 കോടി ആളുകളുണ്ട്. 25-26 കോടി ആളുകൾക്കുണ്ട്. 80 സീറ്റേ ഉള്ളവർക്ക്. നമുക്ക് 3.5 കോടിക്ക് 20 സീറ്റുണ്ട്. അതനുസരിച്ചാണെങ്കിൽ അവർക്ക് എത്ര സീറ്റ് കിട്ടണം? ഇനി 2011 കഥ എടുത്തോളൂ. 19.98 ഉത്തർപ്രദേശിൽ എന്ന് പറഞ്ഞാൽ 20 കോടി ജനങ്ങൾ. അപ്പം നമുക്ക് 3 കോടി. 3 കോടിക്ക് 20 സീറ്റാണെങ്കിൽ 20 കോടിക്ക് എത്ര സീറ്റ് കിട്ടണം? ഇവിടെ 20-ന് 3-ന് 20, അപ്പോൾ 6-ന് 40, 12-ന് 80, 18-ന് 120, 130 സീറ്റോളം യു പിക്ക് കിട്ടണ്ടേ? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക് നോക്കുന്നതും വളരെ രസകരമായിരിക്കും. 4.93 കോടിയുള്ള ആന്ധ്രാപ്രദേശിന് 25 ലോകസഭ സീറ്റുണ്ട്. 13.8 ലക്ഷം പേരുള്ള ഹിമാചൽ പ്രദേശിന് 2011 കണക്കാണ്, അതാണല്ലോ ഇപ്പോൾ വിവാദം, 2 സീറ്റുണ്ട്. ആസാം 3.12 കോടിയുള്ളവർക്ക് 14 സീറ്റുണ്ട്. എന്ത് ഡിസ്പാരിറ്റിയാണ്, എന്ത് ഇംബാലൻസാണ്. ബീഹാറിൽ 10 കോടി ആളുകൾക്ക് 40 സീറ്റേ ഉള്ളൂ. നമുക്ക് 3 കോടിക്ക് 20 സീറ്റുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് 20-ഉം 40-ഉം 50 സീറ്റ് കിട്ടണ്ടേ? ഛത്തീസ്ഗഡിൽ 2.5 കോടി ആളുകളാണ്, 11 സീറ്റുണ്ട്. എന്ത് ന്യായമാണ്? ഗോവയ്ക്ക് 14 ലക്ഷമാണ്, 2 സീറ്റുണ്ട്. ഗുജറാത്തിന് 6 കോടിയാണ്, 26 സീറ്റ്. ഹരിയാനയ്ക്ക് 2.5 കോടി, 10 സീറ്റ്. ഹിമാചൽ പ്രദേശിന് 68 ലക്ഷം, 4 സീറ്റ്. ജാർഖണ്ഡിന് 3.25 കോടി, 14 സീറ്റ്. കർണാടക 6 കോടി, 28 സീറ്റ്. നമ്മളെ കണക്ക് വെച്ചാണെങ്കിൽ കർണാടകത്തിൽ പോരല്ലോ, 40 സീറ്റ് കൊടുക്കണ്ടേ അവർക്ക്. കേരളം 3.34, 20 സീറ്റ്. മധ്യപ്രദേശ് 7.26, 29 സീറ്റ്. നമ്മളെ ന്യായം വെച്ചാണെങ്കിൽ അവർക്ക് എത്ര കൊടുക്കണം? മഹാരാഷ്ട്ര 11 കോടി, 48 സീറ്റ്. അത് പിന്നെ കുറച്ച് മോർ ഓർ ലെസ് ഫെയറാന്ന് പറയാം. മണിപ്പൂർ 28 ലക്ഷം ആളുകൾ, 2 സീറ്റ്. മേഘാലയ 30 ലക്ഷം ആളുകൾ, 2 സീറ്റ്. മിസോറാം 10 ലക്ഷം ആളുകൾ, 1 സീറ്റ്. നാഗാലാൻഡ് 19 ലക്ഷം ആളുകൾ, 1 സീറ്റ്. ഒഡീഷ 4.9 കോടി ആളുകൾ, 21 സീറ്റ്. നമ്മളെ വെച്ചാണെങ്കിൽ അവരും പിറകിലാണ്. പഞ്ചാബ് 2.77, 13 സീറ്റ്. രാജസ്ഥാൻ 6.85, 25 സീറ്റ്. സിക്കിം 6 ലക്ഷം, 1 സീറ്റ്. തെലുങ്കാന 3.52 കോടി, 17 സീറ്റ്. ത്രിപുര 36 ലക്ഷം, 2 സീറ്റ്. ഉത്തർപ്രദേശ് 19.98, 20 വെച്ചോ 80 സീറ്റേ ഉള്ളവർക്ക്. നമ്മളെക്കാൾ വളരെ പിറകിലാണ്, കേരളത്തേക്കാൾ. ജാർഖണ്ഡ് 1 കോടി 5 പേർ. പശ്ചിമ ബംഗാൾ 9 കോടി 42 സീറ്റ്. ഈ ഡിസ്പാരിറ്റി ഉണ്ട്. 18 ലക്ഷത്തിന് ഒരു 18 ലക്ഷം പേർക്ക് ഒരു ലോകസഭ സീറ്റ് വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ 30 ലക്ഷം പേർക്കും 28 ലക്ഷം പേർക്കാണ് ഒരു ലോകസഭ സീറ്റ്. ഇത് വലിയ ഡിസ്പാരിറ്റിയാണ്, വലിയ ഇംബാലൻസാണ്. ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് 81, 82 ഭരണഘടനാ ഭേദഗതി അനുസരിച്ച്
ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ലോകസഭയും രാജ്യസഭയും നിയമസഭകളും രൂപീകരിക്കണമെന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി ഈ പ്രാതിനിധ്യ നിയമം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. പുതിയ ഫോർമുല എടുക്കണം എന്നാണ് പറയുന്നത്. നീതി ആയോഗിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു ഫോർമുല എടുക്കേണ്ടി വരും. കാരണം എംപിമാർ കൂടുന്ന സ്ഥലത്തേക്ക് സ്വാഭാവികമായിട്ട് അവരുടെ സമ്മർദ്ദവും, മന്ത്രിമാരുടെ എണ്ണം അവർ കൂടുതൽ കിട്ടുക, സമ്മർദ്ദം വരിക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. എംപിമാരെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ റിസോഴ്സ് അലോക്കേഷനിലൊക്കെ എംപിമാർ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മണ്ഡലങ്ങളിലേക്ക് ഒരുപാട് റിസോഴ്സ് കൊണ്ടുപോകും, അവരുടെ സ്റ്റേറ്റിലേക്ക്. അതൊക്കെ ശരിയാണ്. ജനാധിപത്യത്തിൽ ഈ പറഞ്ഞതുപോലെ പ്രാക്ടിക്കലായി നോക്കുമ്പോൾ പിന്നെ ഈ എംപിമാരുടെ എണ്ണം കുറഞ്ഞിട്ടും കാര്യമില്ല, കൂടിയിട്ടും കാര്യമില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് 20 എംപിമാർ പോകണം. എന്തിനാ പോകുന്നത്? കേരളത്തിന് എന്താ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് വരുന്നത്? കേരളത്തിലെ എംപിമാർ പോയി ഞങ്ങളിതാ, അത് ഈ കാലത്തല്ല, UP-യുടെ കാലത്താവട്ടെ. പ്രാവശ്യം പോട്ടെ, കോൺഗ്രസ്സുകാർക്ക് പിന്നെ BJP ആണ് അവിടെ ഭരിക്കുന്നതെന്ന് പറയാം. UP-യുടെ കാലത്ത് എന്തെങ്കിലും പിടിച്ചു വാങ്ങിച്ചുകൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? സുരേഷ് ഗോപിക്കും പിന്നെ ജോർജ് കുര്യനും എന്തെങ്കിലും പിടിച്ചു വാങ്ങിച്ച് കേരളത്തിന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? കേരളമൊന്നും അവരുടെ ചിത്രത്തിലില്ല. നമ്മളിവിടെ കിടന്ന് തിളച്ച് മറിയും, ചാനലുകളിൽ കുറേ ഇരുന്ന് തള്ളി മറിക്കുന്നല്ലാതെ കേരളമൊന്നും ഡൽഹി സുൽത്താൻമാർക്കുടെ ലിസ്റ്റിലില്ല. BJP-യുടെ ലിസ്റ്റിലൊന്നും ഒരിക്കലുമില്ല. അവർ പിന്നെ ജയിക്കുമോ പിടിക്കുമോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കുന്നല്ലാതെ മദ്രാസി വാലയാണ് നമ്മൾ. മദ്രാസിക്ക് ഇപ്പുറത്തോട്ടുള്ള ഒരു സംവിധാനവും ഡൽഹി വാലക്കാർ അനുവദിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം, ഞാനൊക്കെ പണ്ട് ഡൽഹി പോകുമ്പോൾ നമ്മൾ എവിടെയാ സ്ഥലം, അത് കേരള എന്ന് പറയുക, മദ്രാസി വാല, അവർ അങ്ങനെയാണ് പറയുക. പിന്നെ കുറച്ച് സാക്ഷരതയെന്നും കുറച്ച് ജനകീയാസൂത്രണവും മറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ചില ഇൻഡെക്സിലൊക്കെ മുകളിലൊക്കെ വന്നപ്പോൾ, കുറേ നാഷണൽ ശ്രദ്ധയൊക്കെ വന്നപ്പോൾ ആ കേരളം ഈസ് ഓക്കെ ഗോഡ്സ് ആൻഡ് കൺട്രി എന്നൊക്കെ പറഞ്ഞ് പരസ്യമൊക്കെ വന്നപ്പോൾ കുറച്ച് വന്നു എന്നല്ലാതെ കേരളത്തെ അവർ മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ഈ കണക്കുകൾ അവതരിപ്പിച്ചത് നമ്മളിപ്പോൾ വലിയ സാമൂഹ്യ വിഷയത്തിലാണ്, രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് ഭാരതം എത്തി നിൽക്കുന്നത്. ഒരു ജനാധിപത്യ പ്രതിസന്ധിയിലാണ്. ഒരു വശത്ത് ഓരോരുത്തർക്കുമുള്ള വോട്ടിന് മൂല്യം കണക്കാക്കി, തുല്യ വോട്ട് കണക്കാക്കി, ഇന്ത്യയാകെയുള്ള സിറ്റിസന്മാർക്കെല്ലാം തുല്യ വോട്ട് കണക്കാക്കി ജനപ്രാതിനിധ്യ നിയമം കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഡീലിമിറ്റേഷൻ കാര്യങ്ങൾ എടുക്കുമ്പോൾ എല്ലാ സ്റ്റേറ്റിനും തുല്യമായ ഒരു അംഗീകാരം ജനസംഖ്യ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ 1970 ശേഷം ജനസംഖ്യ നിയന്ത്രിച്ച സ്റ്റേറ്റുകളായ തമിഴ്നാട്, കേരളമൊക്കെ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് മറ്റ് ഇൻഡെക്സ് കൂടി വച്ചുകൊണ്ട് എങ്ങനെ ഉള്ള സീറ്റ് നിലനിർത്തി കൂടുതൽ സീറ്റുകൾ കൊടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചും ഗൗരവമായ ഒരു യാഡ് സ്റ്റിക്ക് ഉണ്ടാകേണ്ടതുണ്ട്, ഒരു ഇൻഡെക്സ് ഉണ്ടാകേണ്ടതുണ്ട്. അത് ഭാരതത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ചിലപ്പോൾ അതിൻ്റെ ഒരു ഫോർമുല ആയിരിക്കും ഈ സീറ്റ് കൂട്ടി പിന്നെ എണ്ണം കൂട്ടിക്കഴിഞ്ഞിട്ട് 33% എടുക്കാമെന്നൊക്കെ പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞ ന്യായം, സ്ത്രീകൾക്ക് വോട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ന്യായം 543-ൽ നിന്ന് ഒരു സീറ്റ് പോലും എടുക്കാൻ പറ്റില്ല എന്ന് പുരുഷന്മാർ പറഞ്ഞു. ഇപ്പം പറയുന്നു അതിൽ നിന്ന് എടുത്തൂടെ, എന്തിനു കൂട്ടുന്നു എന്ന്. അപ്പോൾ ആലിംഗ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണാണ്. നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് ഈ വനിതാ ബില്ലിനെ കൊല്ലും. ഇന്നലെ രാഷ്ട്രീയമായി ഇന്ത്യ ജയിച്ചു, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ജയിച്ചു എന്നൊക്കെ പറയാം. ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ഒരു മരണദിനമായിരുന്നു ഇന്നലെ. ശരിക്കും പറഞ്ഞാൽ അത് BJP ഇങ്ങനെ കൊണ്ട് കുഴച്ച് വച്ചത് കൊണ്ടാണ് ഞങ്ങൾ തോൽപ്പിച്ചതെന്ന് പറയുന്ന ആ ന്യായങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. ഈ സമയത്ത് കൊണ്ടുവരണോ? ബംഗാൾ തെരഞ്ഞെടുപ്പും തമിഴ്നാട് തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ ഈ സമയത്ത് അത് കൊണ്ടുവരണോ? കുറച്ചുകൂടെ നീട്ടിവെച്ചാൽ പോരെ, ജൂലൈയിൽ സെക്ഷനിൽ കൊണ്ടുവന്നാൽ പോരെ? ഇത് പിന്നെ ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധിപ്പിക്കണോ? ഇത്രയും സീറ്റുകളുടെ ആവശ്യമുണ്ടോ? ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ വനിതാ ബില്ലിനെ കൊന്നത് ഒരു കാരണവശാലും ശരിയായില്ല. ജനാധിപത്യത്തിൻ്റെ ഒരു കറുത്ത ദിനമായിരുന്നു ഇന്നലെ. കോടിക്കണക്കിന് വരുന്ന വനിതകളോട് ചെയ്ത വലിയ ക്രൂരതയാണ്. അവർ എന്നും നിശബ്ദരാണ്. ഒരാളും പ്രതികരിച്ചില്ല. BJP വനിതകൾ പോലും പ്രതികരിച്ച് കണ്ടില്ല. ഇനിയിപ്പോൾ രാഷ്ട്രീയമായി പ്രതികരിക്കുമായിരിക്കും. പക്ഷേ ഇന്ത്യയിലെ വനിതകൾ നിശബ്ദരാണ്. ആ നിശബ്ദതയാണ് പുരുഷന്മാരുടെ ശക്തി.